എല്ലാവർക്കും എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് DLEDലെ സാമൂഹ്യശാസ്ത്രം എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റാണ്. യൂണിറ്റ് 1 സാമൂഹ്യശാസ്ത്രം, അർത്ഥം, പ്രസക്തി, വ്യാപ്തി. ആദ്യം തന്നെ എന്താണ് സാമൂഹ്യശാസ്ത്രം എന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും പ്രസ്തുത പഠനത്തിന് ശാസ്ത്രീയ രീതി പ്രയോഗിക്കുകയും ചെയ്യുന്ന പഠനശാഖയാണ് സാമൂഹ്യശാസ്ത്രം. ഇനി സാമൂഹ്യശാസ്ത്രത്തിലെ കുറച്ച് നിർവചനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ 1-2 നിങ്ങൾ എല്ലാം വായിച്ചു വച്ചിരിക്കുക, 1-2 നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കുക. മനുഷ്യ വ്യവഹാരങ്ങളുടെ പഠനമാണ് സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ചാൾസ് ബേർഡാണ്. മനുഷ്യനെ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിജ്ഞാന ചിന്തന സമ്പത്താണ് സാമൂഹ്യശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ജെയിംസ് ഹൈയാണ്. ഇനി സാമൂഹ്യശാസ്ത്രം, അർത്ഥവും സ്വഭാവവും. അതിനകത്ത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അർത്ഥതലങ്ങൾ. നമ്മൾ സാമൂഹ്യശാസ്ത്രം എന്താണെന്ന് പഠിച്ചില്ലേ, ആ ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കണം. എന്താണ് സാമൂഹ്യശാസ്ത്രം? മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും ആ പഠനത്തിന് ശാസ്ത്രീയ രീതി പ്രയോഗിക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് ആദ്യം തന്നിട്ടുള്ള പോയിൻ്റ്. പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ തിരിച്ചറിയാനും അതിൽ ഗുണാത്മകമായി ഇടപെടാനും ഒക്കെ സാമൂഹ്യശാസ്ത്രം വഴി സാധിക്കും. പിന്നെ വിവിധ ശാസ്ത്ര വിഷയങ്ങളിലെ ആശയങ്ങൾ ഇണക്കി ചേർത്ത് ആവിഷ്കരിക്കുന്ന ഒരു പ്രത്യേക പഠനശാഖയാണ് ഈ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളും അതുപോലെ മാനവിക മൂല്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ സുസ്ഥിര വികസന കാഴ്ചപ്പാട്, പ്രകൃതി വിഭവ സംരക്ഷണം, ജനാധിപത്യ ബോധവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയിൽ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സാമൂഹ്യശാസ്ത്രം സഹായിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം കണ്ടെത്തുന്നതിനും സാമൂഹ്യശാസ്ത്രം സഹായിക്കുന്നു. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സ്വഭാവം. അതിനകത്ത് വരുന്നതാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ സവിശേഷതകൾ. പ്രക്രിയാശേഷികൾക്ക് ഊന്നൽ നൽകുന്നു, യഥാർത്ഥമായ ജീവിത സന്ദർഭങ്ങൾ അവതരിപ്പിക്കുന്നു. അനുഭവാധിഷ്ഠിത പഠനം സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിടുന്നു. മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. മാനവ വികാസത്തിൻ്റെ പഠനം സാധ്യമാക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നു. സാമൂഹ്യ ജീവിതത്തിന് സജ്ജമാക്കുന്നു. വ്യത്യസ്ത സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുടെ കൂടിച്ചേരൽ, ജീവിതസ്പർശിയായ പഠനശാഖ. അടുത്ത സാമൂഹ്യശാസ്ത്ര പഠനം, പ്രക്രിയാശേഷികൾ. നമുക്കറിയാം, എല്ലാ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയാശേഷികൾ നമ്മൾ പഠിക്കുന്നത് നിരീക്ഷണം, പരീക്ഷണ, വർഗീകരണം, വിവരശേഖരണം, താരതമ്യ വിശകലനം, സാമാന്യവൽക്കരണം, നിഗമനം, പ്രവചിക്കൽ, ഇതൊക്കെ തന്നെയാണ് സാമൂഹ്യശാസ്ത്രത്തിലുള്ളത്. സാമൂഹ്യശാസ്ത്രം, വ്യാപ്തി. അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് സാമൂഹ്യശാസ്ത്രത്തിലെ ഉള്ളടക്കം. നമുക്കറിയാം, സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സമൂഹശാസ്ത്രം, രാഷ്ട്രതന്ത്രം എന്നിങ്ങനെ 5 ഉപവിഷയങ്ങൾ ചേർന്നതാണ്. നമ്മൾ വലിയ ക്ലാസ്സുകളിലാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് സാമൂഹ്യശാസ്ത്രത്തിലാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഉപവിഷയങ്ങളെക്കുറിച്ചും നോക്കാം. ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗതകാല സംഭവങ്ങളുടെ ഒരു ആവിഷ്കരണമാണ്. ടെക്സ്റ്റിൽ ചരിത്രത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് വർത്തമാനകാല സാഹചര്യങ്ങളെ ഇന്നലകളുടെ പശ്ചാത്തലത്തിൽ അപഗ്രഥിച്ച് നാളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്ന പഠനശാഖയാണ് ചരിത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, കാലം, സ്ഥലം, സമൂഹം എന്നിവയെപ്പറ്റി സമഗ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനും അതുപോലെ നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ അതിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചരിത്രം പഠിച്ചാലേ നമ്മുടെ നാടിനെക്കുറിച്ചും അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലോട്ട് എത്രത്തോളം നമ്മൾ വളർന്നു എന്നുള്ള ഒരു സമ്പൂർണ്ണ ചിത്രം കിട്ടുകയുള്ളൂ. അടുത്തത് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് മനുഷ്യന് മേലുള്ള സ്വാധീനവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം ഭൗമ പരിസ്ഥിതിക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനും അതിനെ നമ്മൾ പ്രകൃതി സംരക്ഷിക്കാനും അതുപോലെ തന്നെ സുസ്ഥിര വികസനം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്താനും നമ്മെ സജ്ജരാക്കുന്ന ഒരു പഠനമേഖലയാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത സാമ്പത്തിക ശാസ്ത്രം.
ഉൽപാദനം, വിതരണം, ഉപഭോഗം, സമ്പത്തിൻ്റെ വിതരണം ഇവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. നിലവിലുള്ള വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്നതും സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ സാധിക്കും. അടുത്ത രാഷ്ട്രതന്ത്രം, ജനത, രാഷ്ട്രം, ഭരണക്രമം എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനും രാഷ്ട്ര രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഭരണകൂടം, ഭരണരീതി, തിരഞ്ഞെടുപ്പ് രീതി എന്നിവയെക്കുറിച്ചും പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നതിന് രാഷ്ട്രതന്ത്രം ആവശ്യമാണ്. സമൂഹശാസ്ത്രം മാനവ സമൂഹത്തിൻ്റെ ഘടനാപരമായ തലങ്ങളെ സംബന്ധിച്ച് വിവരണാത്മകവും വിശകലനാത്മകവുമായ വിജ്ഞാന ശാഖയാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സമൂഹബന്ധങ്ങൾ, നിയമങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് സമൂഹശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. സാമൂഹ്യ ഘടകങ്ങളെ വിശകലനം ചെയ്ത് സ്വന്തം സമൂഹത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാട് രൂപീകരിക്കാനും സാമൂഹ്യ മാറ്റത്തിൽ സ്വന്തം പങ്ക് തിരിച്ചറിഞ്ഞ് നിലപാടുകൾ രൂപീകരിക്കാനും സാമൂഹ്യശാസ്ത്ര പഠനം സഹായിക്കുന്നു. ഇനി സാമൂഹ്യശാസ്ത്ര പഠനത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് തന്നെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളും സാമൂഹ്യവും സാംസ്കാരികമായ ലക്ഷ്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തേത് വ്യക്തിപരമായ ലക്ഷ്യം. നമ്മൾ കുറച്ച് മുമ്പേ ഉപവിഷയങ്ങൾ പഠിച്ചില്ലേ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിലെ ലക്ഷ്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള പരസ്പരബന്ധം തിരിച്ചറിഞ്ഞ് സമൂഹ വികാസം പ്രക്രിയയിൽ ഈ പാരസ്പര്യത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ മനുഷ്യ സമൂഹ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ വളർന്നു വരുന്ന ഭരണകൂടം, അധികാര രൂപങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. പിന്നെ സമ്പത്തിൻ്റെ ഉൽപാദനം, വിതരണം, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയെ തിരിച്ചറിയുകയും പൊതുസമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ ഈ സാമ്പത്തിക ബന്ധങ്ങളെ മാറ്റി തീർക്കാനുള്ള കഴിവൊക്കെ കുട്ടിക്ക് ലഭിക്കുക. അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയുകയും അതിൽ ഒരു പങ്കാളിയാവുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയാവുകയും ചെയ്യുന്നതിന് ഒരു കുട്ടിയെ സഹായിക്കുന്നു, ഒരു വ്യക്തിയെ സഹായിക്കുന്നു. പിന്നെ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവയെ സംരക്ഷിക്കുന്നതിനുള്ള മനോഭാവം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളാനൊക്കെ സാമൂഹ്യശാസ്ത്ര പഠനം സഹായിക്കുന്നുണ്ട്. ഇനി സാമൂഹികവും സാംസ്കാരികവും. വിവിധ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ മനുഷ്യജീവിതത്തെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ ഫലപ്രദമാക്കുന്നതിനുള്ള കഴിവ് നേടുക. സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം കൊള്ളുകയും അവയെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. മനുഷ്യബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. സഹിഷ്ണുതയും സ്വാംശീകരണക്ഷമതയും സമാധാനവും ഐക്യവും ജനങ്ങൾ വളർത്തി മഹത്തായ രാഷ്ട്രം സൃഷ്ടിക്കാമെന്ന വിശ്വാസം പഠിതാക്കൾ വളർത്തുക. ഭരണഘടനാ മൂല്യങ്ങളുടെ ഉൾക്കരുത്ത് തിരിച്ചറിയുകയും പാലിക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുക. സമൂഹ നൈപുണികളുടെ വികസനത്തിന് അവസരമൊരുക്കുക. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള നൈപുണ്യവും മനോഭാവവും വികസിക്കുക. കുട്ടി തൻ്റെ ചുറ്റുപാടുമായി ബന്ധിപ്പിച്ച് സ്വയം പഠനത്തിനുള്ള കഴിവ് ലഭിക്കുക. സമാധാനം നിലനിർത്താനുള്ള മനോഭാവം കുട്ടികൾ വികസിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള മനോഭാവം ഉണ്ടാവുക. ശരിയായ സാമൂഹിക കാഴ്ചപ്പാടും പാരിസ്ഥിതിക അവബോധവും വളർത്തിയെടുക്കുന്നതിനുതകുന്ന ധാരണകൾ, മനോഭാവങ്ങൾ എന്നിവ സ്വായത്തമാക്കുക.